പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വളരെ ഉപയോഗപ്രദമായ ഒരു ബ്ലോഗുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇത് എല്ലാ പേർക്കും അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ് പനിക്കൂർക്ക. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെ ഉത്തമമാണ് ഈ പനിക്കൂർക്ക. കിഡ്നിക്ക് വളരെ ആരോഗ്യവും കരുത്തും നൽകുന്ന ഒന്നാണ് ഈ പനിക്കൂർക്ക. കുട്ടികളിലുണ്ടാകുന്ന കൃമിശല്യത്തിന് വളരെ ഉത്തമമാണ്. ഈ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് അതിനെ ചൂടാക്കി പിഴിഞ്ഞ് അതിനോടൊപ്പം ത്രിഫല ചേർത്ത് കൊടുത്താൽ മതി. കുട്ടികളിൽ എപ്പോഴും വരുന്ന ഒന്നാണ് ഈ ജലദോഷം. അതിനായിട്ട് ഈ ഇലയെടുത്തിട്ട് തീയിൽ വാട്ടി അതിൻ്റെ നീര് കൈവെള്ളയിൽ വെച്ചിട്ട് പിഴിഞ്ഞ് കുട്ടികൾക്ക് നെറുകയിൽ ഒഴിക്കുകയും കുട്ടികൾക്ക് കുറച്ച് ഉള്ളിൽ കൊടുക്കാവുന്നതുമാണ്. അത് വളരെ ഉത്തമമാണ്. കുട്ടികളിൽ ചുമ മാറാനായിട്ട് ഈ പനിക്കൂർക്കയുടെ ഇല ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ട് അതിൽ കുറച്ച് കൽക്കണ്ടവും കൂടെ ചേർത്ത് കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. പനിക്കൂർക്കയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് ആവി പിടിക്കുന്നത് തൊണ്ടവേദന മാറാൻ വേണ്ടി വളരെ ഫലപ്രദമാണ്. പിന്നെ തലവേദന മാറാൻ വേണ്ടിയിട്ട് ഈ പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ട് അരച്ച് നെറ്റിയിൽ പൂശുന്നത് തലവേദന മാറിക്കിട്ടും. ഇപ്പോൾ ഒരുവിധം ആൾക്കാരെ അലട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഗ്യാസ് ട്രബിള്. ഈ ഗ്യാസ് ട്രബിൾ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ പനിക്കൂർക്ക ഇലയുടെ നീരും നാരങ്ങ നീരും ചേർത്തിട്ട് ചെറുതായിട്ട് ചൂടാക്കി കഴിക്കുന്നത് ഗ്യാസ് ട്രബിളിന് വളരെ ഉത്തമമാണ്. പിന്നെ ഈ സന്ധികളിലുണ്ടാകുന്ന വേദനയ്ക്കും നീരിനും ഒക്കെ ആണെങ്കിൽ ഈ ഇല വാട്ടിപ്പിഴിഞ്ഞ് ഈ വേദനയുള്ള ഭാഗത്ത് ഇത് പുരട്ടുന്നത് വളരെ ഫലപ്രദമാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടുത്ത ബ്ലോഗുമായിട്ട്, നല്ലൊരു ഔഷധ സസ്യത്തിൻ്റെ ബ്ലോഗുമായിട്ട് ഉടനെ എത്തുന്നതാണ്. പുതുതായി എത്തുന്ന കൂട്ടുകാർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ചാനൽ ഒന്ന് സബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.